ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു പ്രിപ്പറേഷൻ ആണ്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ലഡു ആണിത്. നട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നട്ട്സ് ആൻഡ് സീഡ്സ്. ഇത് ഭയങ്കര വൈറലായിരുന്നു ഒരിടയ്ക്ക്. എനിക്ക് ഇതുകൊണ്ട് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ പാരൻസിനും എനിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. സാധാരണ ഞാൻ എങ്ങനെയാ മേടിക്കാന്ന് വെച്ചാൽ 500 ഗ്രാം എല്ലാവരും ഇവിടെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് 500 ഗ്രാം വെച്ചിട്ട് നട്ട്സ് മേടിക്കും. അതായത് കാഷ്യൂ നട്ട്, പീനട്ട്, വാൾനട്ട്, ആൽമണ്ട്സ്, ഈ 4 നട്ട്സാണ് മേടിക്കാറ് പൊതുവെ. എന്നിട്ട് ഇത് 500 ഗ്രാം വെച്ചിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ ഇത്തവണ ഞാൻ പൊതുവെ ലുലു പോയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത്തവണ പോയപ്പോൾ അവിടുത്തെ കൗണ്ടറിൽ നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ നമുക്കത് ഇൻഡിവിജ്വലി മേടിക്കാനുള്ള ടൈം ഉണ്ടാകാത്തതുകൊണ്ട് ഇതേപോലെ നമുക്ക് മിക്സഡ് നട്ട്സ് കിട്ടും അവിടെ. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യത്തില്ല ഇത് മേടിക്കാൻ. നമുക്ക് ഇത് കാരണം അറിയില്ല ക്വാണ്ടിറ്റി എങ്ങനെയാണെന്നുള്ളത്. അപ്പം പരമാവധി നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഇത് മേടിക്കുക എന്നുള്ളതാണ്. 500 ഗ്രാം ഓഫ് നട്ട്സ് ആണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം അതിന് ഞാൻ അതിൻ്റെ ഹാഫ് 250 ഗ്രാം ഓഫ് സീഡ്സ് ആണ് മേടിക്കാറ്. അതും ഇൻഡിവിജ്വലി മേടിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതേപോലെ സീഡ് മിക്സ് എന്ന് പറഞ്ഞിട്ട് ലുലുന്ന് കിട്ടി. ഇതിൽ ആക്ച്വലി പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ആൻഡ് വാട്ടർമെലൺ സീഡ് ഉണ്ട്. ഞാൻ പൊതുവെ 2 സീഡാണ്, അല്ലെങ്കിൽ 3 സീഡാട്ടോ ഇടാറ്. അതായത് നമ്മുടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും പിന്നെ നമ്മുടെ കറുത്ത എള്ള ഉണ്ടല്ലോ, ഇത് 3ആണ് ഞാൻ സീഡ്സിൽ എടുക്കാറുള്ളത്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റേതായിട്ടുള്ള രീതിക്കുള്ള ഒരു പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാവേ. ഇവിടെ പാൻ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലാം മിക്സ്ഡ് ആണല്ലോ, നമുക്ക് കിട്ടിയത് മിക്സഡ് സീഡ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം എല്ലാ സീഡിൻ്റെയും എല്ലാ നട്ട്സിൻ്റെയും, പിന്നെ നട്ട്സ് ആണ് ആദ്യമായിട്ടേക്കുന്നത്, എല്ലാ നട്ട്സിൻ്റെയും റോസ്റ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് മേടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നല്ലോണം റോസ്റ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്. ഇതിൽ ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം സെപ്പറേറ്റ് മേടിക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പാകം നോക്കിയിട്ട് എടുക്കാം. നട്ട്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സീഡ്സ് ഇടാവേ. അപ്പോൾ നട്ട്സ് നിങ്ങൾ 500 ഗ്രാമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ സീഡ്സ് നിങ്ങൾ ഒരു 250 ഗ്രാം അങ്ങനെ ഹാഫ് വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് ഞാൻ സീഡ്സും നട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വേണ്ട പരിവം ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ മറ്റേ ബദാമും പീനട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആ ബോൾ പിടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുവേ. അപ്പോൾ നമ്മൾ 500 ഗ്രാം ഓഫ് നമ്മുടെ നട്ട്സിന് വേണ്ടിയിട്ട് 250 ഗ്രാം ഓഫ് സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്വീറ്റ്നെസ് എനിക്കൊരു മൈൽഡ് സ്വീറ്റ് ആണ് ഇഷ്ടം, ഓവർ സ്വീറ്റ്നെസ് ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു 100 അല്ലെങ്കിൽ ഒരു 130 ഗ്രാം ഓഫ് ഡേറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ സീഡ്ലെസ് എടുക്കുക മാക്സിമം നോക്കുക. പക്ഷെ എനിക്ക് കിട്ടിയ സീഡ്ലെസ് ഡേറ്റ്സ് ആക്ച്വലി ഭയങ്കര ഹാർഡായി. ഇത് ഗ്രൈൻഡ് ചെയ്ത ആ ഒരു പേസ്റ്റ് ഫോമിൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ നോക്കുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ കിമിയ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണ്. ഇത് ഭയങ്കര ജ്യൂസിയാണ്. നമ്മളിതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ പഴുപ്പ് പുറത്തോട്ട് വരും. പക്ഷെ ഇതെനിക്ക് സീഡ്ലെസ് കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ സീഡൊക്കെ എനിക്ക് ഓരോന്നായിട്ട് കളയേണ്ട വരും. പിന്നെ ഇത് കളഞ്ഞിട്ട് അരച്ചിട്ട് വരാം. അപ്പം ഇങ്ങനെയാണ് എനിക്ക് തന്നെ ആ സീഡ്ലെസ് എനിക്ക് കിട്ടിയത്. കുറച്ച് ഹാർഡ് ഡേറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അരഞ്ഞപ്പം ഇങ്ങനെ ഇരുന്നത്. അപ്പം ഞങ്ങൾ ഡേറ്റ്സ് അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ നട്ട്സ് മൊത്തം ഒറ്റയടിക്ക് മിക്സ് ചെയ്യരുത്, അതായത് ഗ്രൈൻഡ് ചെയ്യരുത്. അതിന് പകരം കുറച്ച് നട്ട്സ് മാറ്റി വെക്കുക. എന്നിട്ട് ഡേറ്റ്സിൻ്റെ ഒപ്പം ആ നട്ട്സ് അരച്ചാൽ മതി. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സ് പെട്ടെന്ന് ഇപ്പം ഇത് കുഴപ്പമില്ല, ഇത് ഹാർഡായതുകൊണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ജ്യൂസി ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് നല്ല രീതിക്ക് അങ്ങ് എന്താ പേസ്റ്റ് പോലെയാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നട്ട്സിൻ്റെ ഒപ്പം അത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി അത് മിക്സിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഡേറ്റ്സ് നടുക്ക് ഇട്ടേക്കുവാണ്. എന്നിട്ട് നമുക്ക് മറ്റേ ചപ്പാത്തി മാവിന് കുഴക്കണ പോലെ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഒപ്പം അങ്ങ് ബ്ലെൻഡ് ആക്കണം. അപ്പോൾ ബാക്കി പകുതി ഡേറ്റ്സ് ആണ് ഞാനിപ്പോൾ ഈ നമ്മൾ പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു പകുതി കുറച്ച് പോർഷൻ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേന് ഹാർഡാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അന്നേരത്തേനും ഈ ബാക്കിയുള്ള ഡേറ്റ്സ് ഇട്ട് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ എളുപ്പത്തിന്, ഞാൻ കുറച്ച് മടിച്ചാണ്, അപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയായിട്ട് ഇത്.
അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഡേറ്റ്സ് ആയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് 2 സെക്ഷനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് അത് എല്ലായിടത്തോട്ടും ആ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സെക്ഷനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഇത് ബോളാക്കാൻ പറ്റും. കണ്ടോ, ആ ഒരു പിടുത്തത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് ബ്രേക്ക് അത് ഇല്ല, ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വേറെ അഡീഷണൽ ഗീയോ അങ്ങനെ ഒരു കാര്യവും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും തന്നെ മതി, ഇത് തന്നെ ധാരാളമാണ്. ഇത് നമുക്ക് കുഞ്ഞു ബോളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും, അപ്പോൾ വീട്ടിൽ പണിയിലാണ്ടിരിക്കണവരെയൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇത്രയും ചെറിയ ബോളാക്കണം എന്നില്ല. കുറച്ച് നമ്മൾ സാധാ പോലെ നിങ്ങളുടെ ഭാഗത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ പറ്റുന്നത് ആ ഒരു രീതിക്ക് ബോൾ പിടിച്ചാൽ മതി. ഇത് ഇച്ചിരി ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. നമുക്ക് ഈ ഒരു വീക്കിലോട്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കുന്നത് ഇത്രേ ഉള്ളൂ. അപ്പം ഇത് തീരുന്ന അനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാം. അങ്ങനെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. എനിവേ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം.